ഹായ് ഹലോ നമസ്കാരം. നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ. ഓലക്കുടി മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള മീനാണ്, പൊടിഞ്ഞൊന്നും പോവാത്ത മീനാണ്. അപ്പം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളകും മഞ്ഞളും ഉപ്പും ഇട്ട് തിരിഞ്ഞ് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതിനുശേഷം എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൊള്ളാവുന്ന പോലെ എല്ലാം കൂടെ ഞാനിങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ പാനി തന്നെയാണ് കേട്ടോ നമ്മളത് കഴിഞ്ഞ് സബോളയൊക്കെ ഇതിനുള്ളത് വഴറ്റുന്നത്. അപ്പോൾ ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തത്, പാനൊന്നും എടുക്കാതെ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. എൻ്റെ നെയ്യ് കഴിഞ്ഞു കേട്ടോ. നെയ്യ് നല്ലപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് സബോള അരിഞ്ഞ് വെച്ചു. ഞാനിപ്പോൾ ഒരു കിലോ മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് 4 സബോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് സബോള എൻ്റെ, അതുകൊണ്ട് 4 സബോള എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരുപാട് ക്രിസ്പി ആവണ്ട. നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങ് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വീണ്ടും വഴറ്റാൻ തുടങ്ങി. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തേക്കുന്നതാണേലും ഒരുപാട് ക്രിസ്പി ആയി പോകണ്ട കേട്ടോ. ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ അല്ലാതെ മീൻ പൊരിച്ചത് കഴിക്കില്ലേ, അങ്ങനെ ആ ഒരു പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നിറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഓൾറെഡി മീൻ നമ്മൾ വറുത്തില്ലേ, ആ വറക്കുന്നതിന് മുന്നേ കുറച്ച് അരപ്പൊക്കെ പുരട്ടി ആ മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു 3-4 കഷ്ണം. ഈ സബോള ഒരു പകുതി ഈ ഒരു പരുവത്തിൽ വാടിക്കഴിയുമ്പോഴത്തേക്കും ആ മീൻ കഷ്ണം ഈ സബോളയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി ഈ സബോളയും ഈ മീൻ കഷ്ണവും കൂടെ നല്ല പോലെ വെന്ത് ഉടയണം. അതിന് വേണ്ടി അടച്ച് വെച്ച് വേവിക്കുക. അടി പിടിക്കല് ചെറിയ തീയിൽ വെച്ചാൽ മതി. സബോളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് മീൻ അടി പിടിക്കുമല്ലോ, മീനിൽ നിന്നും പിന്നെ വെള്ളം ഇറങ്ങുമല്ലോ. ഇനി ഇത് നല്ല പോലെ പൊടിച്ച് കൊടുത്ത് ഇതിലേക്ക് ഈ മീൻ മിക്സ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഗ്രേവിക്ക്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒരു 3-4 കഷ്ണം മീൻ ഈ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ ഗ്രേവിയിലോട്ട് പൊടിച്ചിട്ട് കൊടുത്ത് നോക്ക്. നല്ല രുചിയായിരിക്കും ബിരിയാണിക്ക്, നല്ല ഫ്ലേവറും ആയിരിക്കും കേട്ടോ. ഈ ഓലക്കുടി മീനുകൊണ്ട് ഞാൻ 2 വട്ടം ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കിട്ടുവാണെങ്കിൽ ഈ മീൻ കൊണ്ടും ഉണ്ടാക്കിയോ. കിങ് ഫിഷൊക്കെ പോലെ തന്നെ നല്ല ഫ്ലേവറും ഉണ്ട്, രുചിയുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ് ഇത്. ഈ ടൈമിലാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ. അത് ഒരു ചുള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്ത് പിന്നെ ആപ്പിൾ തക്കാളി 2 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. 1 കിലോ മീനിൻ്റെ 2 തക്കാളിപ്പഴം എടുത്തേക്കുന്നത്. തക്കാളിയും കൂടി ഇട്ട് നല്ല പോലെ അടച്ച് വെച്ച് വേവിച്ചു. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വരണം. അപ്പോഴത്തേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അതിൻ്റെ പച്ചമണവും എല്ലാം മാറി ഈ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞു. ഈ സമയത്ത് നമ്മളിനി കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാല, നമ്മൾ ബിരിയാണിക്ക് ഇടുന്നതല്ല, നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഗരം മസാല, ആ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ച് നമ്മൾ പുളിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടുതലും പുതിനയില കുറച്ച് മതി. ഫിഷ് ബിരിയാണിക്ക് പുതിനയില കുറച്ച് മതി, ഒരു 4-5 ഇല മതി കേട്ടോ. മല്ലിയില കുറച്ച് കൂടുതലിട്ടാലും പുതിനയില കൂടിപ്പോവുകയും ചെയ്യരുത്. അതുകൂടി ഇട്ട് നല്ല പോലെ ഇളക്കി വഴറ്റി കഴിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഈ ഓലക്കുടി മീൻ പൊടിഞ്ഞു പോവുകയല്ലേ, നല്ലപോലെ കിടന്നോളും, നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി. നല്ല സ്മെല്ലാട്ടോ, ഇപ്പം തന്നെ ഭയങ്കര സ്മെല്ലാണ്. ആ കറി മാത്രം കൂടി നമുക്ക് വേണം വേറെ വല്ലതൊക്കെ കഴിക്കണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാട്ടോ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് സബോള ആദ്യം തന്നെ വറുത്ത് മാറ്റി വെക്കുക കേട്ടോ, നമുക്ക് ഇതിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ജീരകശാല അരിയാട്ടോ എടുത്തേക്കുന്നത്. ബസുമതി റൈസ് എടുക്കുന്ന ഈ ജീരകശാല എടുക്കുന്ന കൂടുതൽ ടേസ്റ്റ്. കുഞ്ഞരിയിൽ അതാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് അരിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിക്ക് വെള്ളം. അപ്പോൾ ഈ നെയ്ക്കകത്ത് സബോളയും കപ്പലണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ആദ്യം മീൻ ഗ്രേവിയിലേക്ക് ഇട്ടില്ലേ, അതിൽ നിന്ന് 1 സ്പൂൺ മാറ്റി വെച്ചു. അതും ഇട്ട് കറുവയും ഏലക്കയും പട്ടയും കൂടി ഇട്ട് നല്ലപോലെ അതും വഴറ്റി പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഈ റൈസ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ റൈസിനകത്ത് എനിക്ക് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് ഞാൻ നല്ലപോലെ ഇളക്കി അങ്ങ് വഴറ്റിയിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിക്ക് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചു. അതാ നമ്മുടെ റൈസ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൈസ് ആ കറക്റ്റ് അളവ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല പോലെ കിട്ടും. പിന്നെ ദം ചെയ്തെടുത്തു, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റാണ്. ടാറ്റാ ബൈ, സീ യു.